മലപ്പുറം ജില്ലയിൽ ദേശീയപാത വികസനത്തിന് സ്ഥലം ഏറ്റെടുക്കാനുള്ള സർവേ ഇന്ന് തുടങ്ങും. കുറ്റിപ്പുറം പാലം മുതൽ ഇടിമുഴിക്കൽ വരെയുള്ള 54 കിലോമീറ്ററിലാണ് സർവേ നടത്തുന്നത്. സർവേ തടയുമെന്ന് ദേശീയപാത ആക്ഷൻ കൌൺസിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്നലെ റവന്യൂ ഉദ്യോഗസ്ഥർ വിളിച്ചു ചേർത്ത യോഗം തീരുമാനമാകാതെ പിരിഞ്ഞിരുന്നു. കുറ്റിപ്പുറം പാലത്തിന് സമീപത്തു നിന്നാണ് സർവേ ആരംഭിക്കുന്നത്. റോഡിന്റെ മധ്യത്തിൽ നിന്നും ഇരുവശത്തേക്കും 22.5 മീറ്റർ വീതം ഭൂമിയാണ് ഏറ്റെടുക്കുക. ഇതിന് മുന്നോടിയായി നടന്ന യോഗത്തിൽ നിന്നാണ് ഭൂവുടമകൾ ഇറങ്ങിപ്പോയത്. ഭൂമിക്ക് ആനുപാതികമായ നഷ്ടപരിഹാര തുക ആദ്യം നിശ്ചയിച്ച ശേഷം സർവേ നടത്തിയാൽ മതിയെന്ന ഭൂവുടമകളുടെ ആവശ്യം ഉദ്യോഗസ്ഥർ തള്ളി. ഇതോടെ പ്രതിഷേധിച്ച് ഭൂവുടമകൾ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. സർവേ നടപടികൾ തടസ്സപ്പെടുത്തുമെന്നും ഭൂവുടമകൾ പറഞ്ഞു. ഈ വില്ലേജുകളിൽ നഷ്ടപ്പെടുന്ന ഭൂമിയുടമകൾക്ക് എന്ത് നഷ്ടപരിഹാര തുക അല്ലെങ്കിൽ അവരുടെ കോമ്പൻസേഷൻ എന്ത് എന്ന് പോലും പ്രഖ്യാപിക്കാനോ അത് പറയാൻ ആധികാരികമായി കഴിയാത്ത രീതിയിലാണ് ഇന്ന് ഡെപ്യൂട്ടി കളക്ടർ മറുപടിയില്ലാതെ ഈ മീറ്റിംഗിൽ സംസാരിച്ചത്. അതേസമയം സർക്കാർ നടപടിക്രമങ്ങൾക്കനുസരിച്ച് മാത്രമേ തീരുമാനമെടുക്കാനാകൂ എന്ന് റവന്യൂ ഉദ്യോഗസ്ഥർ അറിയിച്ചു. ജൂൺ മാസത്തോടെ ഭൂമിയുടെ വില നിശ്ചയിക്കാനാകുമെന്നും ഡെപ്യൂട്ടി കളക്ടർ അരുൺ പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ തരം നമ്മൾ നിശ്ചയിക്കുന്നത് ഏത് രൂപത്തിലുള്ള ഭൂമിയാണ് നമ്മൾ ഏറ്റെടുക്കാൻ പോകുന്നത് എന്ന് നമ്മൾ ആദ്യം ഫീൽഡിൽ പോയി സർവേ നടത്തി നിശ്ചയിക്കും. എന്നിട്ട് അതിന് സമാനമായ ഭൂമിക്ക് കഴിഞ്ഞ 3 വർഷത്തിൻ്റെ ഇടയ്ക്ക് 5 കിലോമീറ്റർ ചുറ്റളവിൽ എത്രയാണോ അതിൻ്റെ ട്രാൻസാക്ഷൻ വാല്യൂസ് നൽകിയിട്ടുള്ളത്. സർവേ നടത്തിയ ശേഷം മാത്രമേ മാർക്ക് ചെയ്ത ഭൂമിയുടെ വില നിശ്ചയിക്കാനാകൂ. ഭൂമിക്ക് ആനുപാതികമായി ആകർഷകമായ പാക്കേജ് സർക്കാർ നൽകുമെന്നും 3 വർഷത്തിനിടെയുള്ള ഭൂമിയുടെ മൂല്യത്തിന്റെ 2 ഇരട്ടി വിലയാണ് നഷ്ടപരിഹാരമായി ഭൂവുടമകൾക്ക് നൽകുകയെന്നും അധികൃതർ അറിയിച്ചു. മീഡിയ 1 മലപ്പുറം.